ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് വിചാരിക്കണം. ഇത് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത്, മഴയൊന്നും ഇല്ലാത്ത സമയത്ത് പാലക്കാട്ടിൽ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ. കാരണം ഇവിടെ പത്തനംതിട്ടയിൽ മിക്കവാറും മഴയുണ്ട്. വേനൽക്കാലത്ത് കൂടി 2-3 മഴ കിട്ടും. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല, ഒത്തിരി ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ മഴ പെയ്യാൻ തുടങ്ങിയ പിന്നെ അങ്ങോട്ട് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷന് പോയ ആ സമയത്ത് എടുത്ത വീഡിയോസാണ്. ഞങ്ങൾ താമസിക്കുന്ന തൊടി അല്ലെങ്കിൽ പറമ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഭാഗത്തിലോട്ട് ഞങ്ങൾ പോവുകയാണ്. കാരണം അവിടെ പറഞ്ഞാൽ പാറക്കെട്ടുകളും വെള്ളമില്ലാണ്ടും അങ്ങനെയൊക്കെയാണ്. കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പന്നി അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല. മയിൽ എപ്പോഴെങ്കിലും കാണും, മലയെണ്ണാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളെപ്പോൾ പോകണം, അപ്പോൾ ചേച്ചിയർ 2 പേരും വരും. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി കുറച്ച് ദിവസം അല്ലെങ്കിൽ ഞങ്ങൾ പോയി എന്തായാലും 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അങ്ങനെ ആയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് ഒരു എന്താ പറയുക വെക്കേഷന് പോയിട്ട് വരും. കാരണം സമയം നമുക്ക് പോണത് അറിയില്ല. എന്താ പറഞ്ഞാൽ ക്രിസ്മസിനും ഓണത്തിനൊന്നും അങ്ങനെ പോവില്ല. 2 മാസം കിട്ടുമ്പോഴേ അങ്ങനെ പോവുള്ളൂ. അത് കാരണം അവിടെ പോയാൽ 1 മാസത്തോളം ഇരിക്കും കേട്ടോ. എന്താ പറയുക, അക്കുടുവാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവിടെ പോകുമ്പോൾ പാറേൻ്റെ മുകളിലോട്ട് കയറുമ്പോഴും കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകുന്നത്, അതൊക്കെ ഒരു എൻജോയ് ചെയ്തിട്ട് കുട്ടികളത് ചെയ്യുന്നുണ്ട്. അവൻ പിന്നെ ഇത് പറയണത് കൂറുമ്പം പാറ എന്ന് പറയും. അവിടുത്തെ എന്താ പറയുക വലിയൊരു പാറയാണ് സംഭവം. പെട്ടെന്ന് അങ്ങനെ ഞങ്ങളൊക്കെ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെയൊന്നും അങ്ങനെ കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ. എന്താ പറയുക മാങ്ങയും ചക്കയും ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുട്ടുവിന് കയറാൻ കിട്ടി. രണ്ടാമത്തവന് അത്ര പോരാ, മൂത്തവ ഇത്തിരി ഹെൽപ്പ് ചെയ്തിട്ടാട്ടോ അത് കയറിയത് തന്നെ. പിന്നെ കുട്ടികൾ പറഞ്ഞാൽ ആദുട്ടി, ശ്രേയക്കുട്ടി, അങ്ങനെ എല്ലാവരും ഉണ്ട്, ചേച്ചിയരുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊടിയിൽ പോയിട്ട് എന്താ പറയുക മാങ്ങയൊന്നും ആയിട്ടില്ല, മഴയില്ലാത്ത കാരണം അതൊക്കെ ചെറിയ ചക്കയൊക്കെ കുഞ്ഞു ചക്കയായിട്ടുള്ളൂ. എന്താ പറയുക, എന്നിട്ട് പിന്തൊക്കെ ആയിട്ടുള്ള മാങ്ങയൊക്കെ തിന്നു. എന്താ പറഞ്ഞാൽ ഉപ്പും മുളകും എണ്ണയൊക്കെ ഒഴിച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിന് കുറേ എറിഞ്ഞ് വീഴ്ത്തണൊക്കെ കണ്ട് കിട്ടണതൊക്കെ അവർ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുപ്പും താടികളും പിന്നെ കുറേ പാറക്കെട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ടും അങ്ങനെ പിന്നെ കൊതുകടി കൊണ്ടിട്ടും അങ്ങനെ കുറേ അവിടെ ഇരുന്ന് ഓരോരോ പഴയ ഒരു ഓർമ്മയിലോട്ട് പോയി ഒത്തിരി. പിന്നെ ഞങ്ങൾ വന്നത് മാങ്ങയൊക്കെ വലിച്ചിട്ട് വന്നു. മുകാണ്ടൻ മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകതയല്ലേ. അക്കടുവിനൊക്കെ മാങ്ങ തിന്നിട്ട് ചുണങ്ങ് കവിളിൽ തട്ടിയിട്ടുണ്ട്, അത് പുള്ളി പോലെ ആയിട്ടുമുണ്ട്. പിന്നെ ഇതൊക്കെ അച്ഛൻ്റെ ഒരു സ്പെഷ്യലാട്ടോ, വെള്ളക്കാന്താരിയും നല്ല നമ്മുടെ കപ്പൽ മുളകില്ലേ അതൊക്കെ ചാക്കിൽ വെച്ചിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അത് ഒത്തിരി നിറയെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഒത്തിരിയൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെ അനുഗ്രഹം വേണം കേട്ടോ. ഇത് നമ്മുടെ കേശകാന്തിട്ട നിറയെ മുടി വളരെ ഇതിട്ട് എണ്ണ കാച്ചിയൊക്കെ ചെയ്ത കേട്ടോ. അപ്പോൾ